ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 9ാമത്തെ സൂറത്തായ സൂറത്തുൽ മാഊനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൂറത്തുൽ മാഊന് ഉസ്താദ് ഓതുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊക്കെ 2 ദിവസം മുന്നൊക്കെ ഇട്ട വീഡിയോക്കൊന്നും ആരും ഒരു ലൈക്ക് പോലും നൽകുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉപകാരമില്ല, ഇടണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സൂറത്തിൻ്റെ വോയിസ് കേൾക്കാം. بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون أرأيت الذي يكذب بالدين أرأيت നേരത്തെ നമ്മൾ അലം തറ പറഞ്ഞതുപോലെ أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم നോക്കണേ فذلك الذي പിന്നെന്താ ദു 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 അത് കഴിഞ്ഞ് ശ്രദ്ധലൈൻ യദുഉ. എന്നാലോ കേൾക്കണേ, എത്ര ആളുകളുണ്ട് യദുഉ എന്നെടുത്ത് യദുഉ എന്ന് ഓതുന്നവർ. നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരിക, അറിയോ നമുക്ക്? അതുകൊണ്ട് ശ്രദ്ധിച്ച് യദുഉ എന്ന് തന്നെ പറയണം, യദുഉ യദുഉ പറയരുത്. പിന്നെ ചില ആളുകളൊക്കെ യദുഉ എന്ന ഐനിന് ശ്രദ്ധ വരുമ്പോൾ ഹംസയിലേക്ക് വരാറുണ്ട്, അതും വരാൻ പാടില്ല. യദുഉൽ യതീം യദുഉ ട്ടോ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. എങ്ങനെ? വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒന്നുകൂടെ ഫവൈലുൻ. അവിടെ നമ്മൾ എപ്പോഴും പറയലുണ്ട് എന്ത്, ഫാന്റെ ഉടനെ വാ പറഞ്ഞാൽ ഫവ ആവരുത്, ഫെവിക്കോൾ മാതിരി എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ ويمنعون الماعون ويمنعون الماعون. يعني سورة الماعون. بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നെക്സ്റ്റ് വരുന്നത് നക്ര, വായിക്കാനുള്ള ഭാഗമാണ്. ഇതിൽ നിന്നുള്ള വേർഡ്സുകളാണ് വന്നത്. അറഅയ്തല്ലദി അറൈത്തല്ലദി അറൈത്തല്ലദി ആയി പോവരുത്. അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ യദ്ഉൽ യതീം യദ്ഉൽ ആയി പോവരുത്, ഐന്
അതിനുള്ളത് അംസ ആയി പോകരുത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. യദ്ഉൽ വലാ യഹുല്ലു അലാ ത്വആമി ഫവൈലുൽ ലിൽ മുസല്ലീൻ അൻ സ്വലാത്തിഹിം യുറാഊൻ വയംനഊനൽ മാഊൻ. അപ്പോൾ വേർഡ്സുകളൊക്കെ നന്നായിട്ട് വായിക്കാം, പഠിക്കാം. എന്നിട്ട് സൂറത്ത് വോയിസ് ഒന്നുമില്ലാതെ ആയത്ത് നോക്കിയിട്ട് ഇവിടെ പഠിച്ച വേർഡ്സുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ നോക്കിയിട്ട് എല്ലാവരും സ്വന്തമായിട്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കി ഓതുക. നമ്മളിവിടെ മനസ്സിലാക്കുന്ന അക്ഷരം ദാലാണ്. ദാല്, പുള്ളിയുള്ള ദാല്, ദാലല്ല ദാല്. അപ്പോൾ ഇവിടെ സിറാത്തല്ലദീന, ദീന ഇവിടെ ദാല് വന്നു. കുൽ ഔദു ഇവിടെ വന്നു. ഇദാ വഖബ്, ഇദാ വഖബ് ഹാദൽ ബൈത്ത്, ഹാദൽ ബൈത്ത് യൗമ ഇദിൻ, ഇദിൻ ബിഇദിനി റബ്ബിഹിം, ദി ബിഇദിനി റബ്ബിഹിം മൻദല്ലദീ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നു അല്ലേ? ദല്ലദീ രണ്ടെണ്ണം. കിദാബ, കിദാബ. ഇദാ ദുക്കിറ, ഇദാ ദുക്കിറ ഇവിടെ രണ്ടെണ്ണം വന്നു. മനസ്സിലാക്കുക ദാല് വരുന്നത്. അടുത്തതാ ദാല് ഇവിടെ താഴെ ഈ സൂറത്തിൽ വന്നത് എല്ലാവരും മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്കിവിടെ എത്ര ദാല് കണ്ടെത്തി എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് എണ്ണീട്ട് എഴുതുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാണിച്ചു തരാം. ഇനി ഞാൻ കാണാത്തതൊക്കെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതൊക്കെ അണ്ടർലൈൻ ചെയ്താൽ. ഇവിടെ വന്നു, ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഇതാ വന്നു. ഇനി എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു. പിന്നെ ഇവിടെ എവിടെ വന്നത്? ഇതാ ഫന്തർത്തും. പിന്നെ അല്ലദീ, അല്ലദീ ഇവിടെ വന്നു. പിന്നെ പിന്നെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എത്ര ദാലുകൾ നമ്മൾ കണ്ടെത്തി എന്നുള്ളത് ഇവിടെ കദ്ദബ അവിടെ ഉണ്ട് കേട്ടോ. എത്ര ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് എണ്ണ 1 2 3 എന്നിട്ട് അവിടെ ഫസ്റ്റ് ഭാഗത്ത് കൊണ്ട് എഴുതി വെക്കുക. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വഖഫ് അല നൂന്, നൂനിൽ വഖഫ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാനൂ യു അദൂൻ, കാനൂ യു അദൂൻ. ഞാനാണ് വഖഫ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സുക്കൂൻ നൽകുക. യു അദൂൻ, യൂഫിലൂന. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ യൂഫിലൂൻ. ലകാദിറൂൻ ബിമസ്ബൂക്കീൻ മിമ്മാ യഅലമൂൻ മുഹ്തിഈൻ യുഖാഫിലൂൻ ഖായിമൂൻ, ഖായിമൂൻ മലൂമീൻ. അപ്പോൾ ഇവിടെ നൂന് കൊണ്ട് വഖഫ് ചെയ്യുന്നതൊക്കെ നന്നായി മനസ്സിലാക്കുക. എല്ലായിടത്തും ഞാ ഞാ ഒക്കെ അതാണ് വരുന്നത്. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ സുക്കൂന് വരികയാണ്. മിമ്മാ യഅലമൂൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. എക്സാമിന് വരും. എന്താ വരിക? ഇപ്പം ഖായിമൂൻ ഇവിടെ തന്നിട്ട് ഇവിടെ എന്തിലാണ് വഖഫ് ചെയ്യുന്നത് ചോദ്യം വരും. നമുക്ക് ഓപ്ഷൻ തരും. നൂന്, വാവ്, മീമ്. അപ്പം നമുക്ക് നൂന് എന്നത് ടിക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയാണ് ഈ സൂറത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.